അപ്പം നമസ്കാരം. നമ്മുടെ പുതിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ 30ഓളം വില്ലകൾ ഉൾപ്പെടുന്ന ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത്. പടിഞ്ഞാറ് ദർശനത്തിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന ഈ വീട് ഒരു മീഡിയം ബഡ്ജറ്റ് വീടായിട്ടാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഈ വീട് നമുക്ക് ഒരു 35 ലക്ഷം രൂപയ്ക്ക് അകത്ത് വീട് നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വീടിനെ കുറിച്ച് പരിചയപ്പെടാം. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി ആയിട്ടാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അധികം കളർ ഒന്നും നൽകാതെ മിനിമം ഒരു ലൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനത്തിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ ബ്യൂട്ടിഫുള്ളായ ഒരു എലിവേഷൻ തന്നെയാണ് ഫ്രണ്ടിനെല്ലാം നൽകിയിരിക്കുന്നത്. മനോഹരമായ ക്ലാഡിങ് ടൈലൊക്കെ നൽകിയാണ് ഫ്രണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. താഴെ ഈർപ്പം തട്ടാത്ത രീതിയിലായിട്ട് നമുക്ക് ടൈല് ഒട്ടിച്ചിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. അപ്പം വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 35 ലക്ഷം രൂപയാണ്. ഒരു കൊച്ചു കുടുംബത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം വീടിൻ്റെ മുന്നിൽ കാണുന്നത് പോലെ മനോഹരമായ ഒരു സ്ലൈഡിങ് ഗേറ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു സൈഡിലായിട്ട് ഒരു ഫോൾഡിംഗ് ടൈപ്പ് ഗേറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. മുറ്റം മുഴുവനായിട്ട് ഇവിടെ ഇൻ്റർലോക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊരു വലിയ വാഹനവും ചെറിയ വാഹനവും ഈ ഇൻ്റർലോക്ക് ഇട്ട മുറ്റത്ത് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കിവിടെ ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് എല്ലാം ഫ്രണ്ടിലും വീടിൻ്റെ ഒരു കോർണറിലുമായിട്ട് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ കിണറല്ല, വാട്ടർ കണക്ഷനായിട്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10-20 കിലോമീറ്റർ മാറിയാണ് ഇത് വരുന്നത്. ഒരു റിമോട്ട് ഏരിയയിൽ വീട് നോക്കുന്നവർക്ക് അനുയോജ്യമായിരിക്കും. കാട്ടാക്കടയ്ക്കും ബാലരാമപുരത്തും ഒക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു ലൊക്കേഷനായിരിക്കും. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വളരെ ദൂരെയാണ്. അതുകൊണ്ടാണ് കാട്ടാക്കട, ബാലരാമപുരം, ഉരുട്ടമ്പലം, പ്രാവച്ചമ്പലം അങ്ങനെ വരുന്ന ലൊക്കേഷനിലുള്ള ആൾക്കാർക്ക് ഈ വീട് വളരെ അനുയോജ്യമായിരിക്കും എന്നാണ് ഈ ലൊക്കേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പം ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ മനോഹരമായ സിറ്റ് ഔട്ട്. ഇൻറ്റീരിയറൊക്കെ നൽകിക്കൊണ്ട് ക്രമീകരിച്ച ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. തേക്കിൻ്റെ ഒരു ഡോറാണ് ഈ വീടിൻ്റെ എൻട്രൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഡിസൈനൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോറാണ് ഈ വീടിൻ്റെ എൻട്രൻസിന് നൽകിയിട്ടുള്ളത്. അപ്പം കാണുന്ന പോലെ തന്നെ ലിവിങ് ആണ് നമ്മുടെ എൻട്രൻസിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു TV യൂണിറ്റൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇവിടുത്തെ ലിവിങ് തയ്യാറാക്കിയിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെയൊക്കെ വർക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് എൻട്രൻസിലേക്ക് ഡോറ് തുറന്ന് പ്രവേശിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് മാറിയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് സമീപത്തായിട്ട് സിമ്പിളായ ഒരു വാഷ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആ സൈഡിന് തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കൊക്കെ നൽകിക്കൊണ്ട് ക്രമീകരിച്ച ഒരു കിച്ചനാണ്, ഓപ്പൺ കിച്ചനാണ് നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ടൊരു കിച്ചനാണ്. കാണുമ്പോൾ ഒരു മോഡുലാർ കിച്ചൻ്റെ മോഡലിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു കിച്ചൺ സിങ്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 2-3 പവർ പ്ലഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച സൗകര്യവും
ഈ കിച്ചന് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിൽ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നമുക്ക് ഈ വീടിന് നൽകിയിട്ടുള്ളത് 3 ബെഡ്റൂമാണ്. അതിൽ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. 12x10 എന്ന റേഷ്യോയിലാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഒരു ചെറിയ കബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഡ്രസ്സിങ്ങിനായിട്ടൊരു മിറർ നൽകിയിട്ടുണ്ട്. ചെറിയ റൂമായിട്ടാണ് ക്രമീകരിച്ചിരുന്നതെങ്കിലും അറ്റാച്ച് ചെയ്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം നൽകിയ അത്യാവശ്യം നല്ല രീതിയിൽ ക്രമീകരിച്ച ഒരു ബാത്റൂമും ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ബെഡ്റൂമുകളിൽ ആദ്യത്തെ ബെഡ്റൂമാണ് കണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത്. ഇതും അതേ അളവിൽ തന്നെ ക്രമീകരിച്ച ഒരു റൂം തന്നെയാണ്. 12x10 തന്നെയാണ് ഈ റൂമിൻ്റെയും വലിപ്പം. കാണുന്ന പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണിത്. നമുക്ക് ഇവിടെയും ആ റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ളൊരു 3 ഡോർ വരുന്ന ഒരു കബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഒരു സൗകര്യവും അതിനായിട്ടൊരു മിററും നൽകിയിട്ടുണ്ട്. ഈ റൂമും അറ്റാച്ച് തന്നെയാണ്. ഇവിടെയും നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സൊക്കെ നൽകിയ മനോഹരമായ ഒരു ബാത്റൂം തന്നെയാണ് ഇതിനും അറ്റാച്ചായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ 3ാമത്തെ റൂം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 3ാമത്തെ വീടിൻ്റെ റൂമിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് 3ാമത്തെ ബെഡ്റൂം. മറ്റുള്ള റൂമിൽ നൽകിയിരിക്കുന്ന പോലെ തന്നെ സൗകര്യങ്ങൾ ഈ റൂമിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റാച്ച് തന്നെയാണ്. നമുക്ക് ഒരു കബോർഡും ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയ ഒരു റൂമായിട്ട് തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ നമുക്കൊരു കിങ് സൈസ് കട്ടിലൊക്കെ ഇടാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഒരു അറ്റാച്ച് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം സൗകര്യമുള്ള രീതിയിൽ ഒരുക്കിയ ഒരു കിച്ചൺ, ഒരു ബാത്റൂം തന്നെയാണിത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ കൊച്ചു വീടിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് തിരുവനന്തപുരത്ത് നിന്നും ഒരു 15-20 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സിറ്റിയിൽ നിന്നും ഒരു റിമോട്ട് ഏരിയയിൽ വീട് വാങ്ങണമെന്നുള്ളവർക്ക് നോക്കാം. കൂടാതെ ബാലരാമപുരം, നെയ്യാറ്റിൻകര, പ്രാവച്ചമ്പലം, ഉരുട്ടമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആണ് കുറച്ചും കൂടെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് ആക്സസും സൗകര്യവും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 35 ലക്ഷം രൂപയാണ്. ലോൺ സൗകര്യവും നമ്മളിവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട്. അപ്പോൾ ഈ വീട് വാങ്ങാനും കാണാനും താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇതുപോലെയുള്ള കൊച്ചും വലുതുമായ ഒരുപാട് വീടുകളുടെ അപ്ഡേറ്റ്സ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാണുവാനായിട്ട് നമ്മുടെ വീഡിയോ താല്പര്യപ്പെടുന്നവർ ദയവായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം പുതിയ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.